നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം അടി കിട്ടിയത് മാണി സാറിൻ്റെ പ്രിയപുത്രൻ ജോസ് കെ മാണിക്കാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് കിട്ടിയ അടിയടത്രം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇടതുമുന്നണി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇടതുമുന്നണി നൽകിയത്. എന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ചു. അതിൽ 5 സീറ്റുകളിൽ വിജയിച്ചു. എന്നാൽ ഇത്തവണ 12 സീറ്റ് കൊടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇടതുമുന്നണിയും CPM എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 12 സീറ്റ് ഇനി ജോസ് കെ മാണിക്ക് കൊടുത്താൽ കഷ്ടിച്ച് 2 സീറ്റിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇടതുമുന്നണി വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തിയ CPMൻ്റെ സൈദ്ധാന്തികർ ബുദ്ധികേന്ദ്രങ്ങൾ മനസ്സിലാക്കിയത് ഇനി പരമാവധി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ജയിക്കാൻ കഴിയുക 2 സീറ്റിൽ മാത്രമാണ്. ഇടുക്കിയിലും ഒരു പക്ഷേ പൂഞ്ഞാറിലും. അതല്ലാതെ മൂന്നാമതൊരു സീറ്റിൽ അവർ വിജയിക്കില്ല. അപ്പോൾ വെറുതെ 12 സീറ്റ്, കാരണം 2026 ജീവൻ മരണ പോരാട്ടമാണ് LDF, UDF, BJP നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPMന് ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ എന്തിനാണ് വെറുതെ കേരള കോൺഗ്രസിന് കൊടുത്ത് തോൽപ്പിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്നതെന്നാണ് CPMൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇപ്പോൾ ജയിച്ച സീറ്റുകൾ മാത്രം നൽകിയാൽ മതി. അതാകട്ടെ ഈ പറയുന്ന പോലെ ഇടുക്കിയും പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും അടങ്ങുന്ന ആ 5 സീറ്റുകൾ മാത്രം നൽകിയാൽ മതി. അതല്ല എങ്കിൽ മറ്റു കൂടുതൽ സീറ്റുകൾ കൊടുത്താൽ ആ സീറ്റുകളിൽ ഇവർ പരാജയപ്പെട്ട പിന്നെ ഇടതുമുന്നണിക്ക് ആ സീറ്റുകൾ നഷ്ടപ്പെടും, ഭരണം നഷ്ടപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോൾ ജയിച്ച സീറ്റുകൾ ഒഴികെ മറ്റൊരു സീറ്റും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകണ്ട എന്നാണ് ഇപ്പോൾ CPMും ഇടതുമുന്നണിയും എടുത്തിരിക്കുന്ന തീരുമാനം. എന്ന് വെച്ചാൽ കഷ്ടിച്ച് 5 സീറ്റ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അടുത്ത തവണ കിട്ടും. അതിൽ 2 എണ്ണത്തിൽ ജയിച്ചാലായി. അങ്ങനെ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ഇനി വരുന്ന കാലത്ത് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത അവസ്ഥ വരും. കാരണം ജോസഫ് ഗ്രൂപ്പിന് കഷ്ടിച്ച് 2 സീറ്റേ ഉള്ളൂ, മാണി ഗ്രൂപ്പിന് 2026 കഴിയുമ്പോൾ 2 സീറ്റ് വരും. അങ്ങനെ മെലിഞ്ഞ് മാണിയും ജോസഫും ഇല്ലാതാവുന്ന ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയമത്തെയാണ് നമ്മൾ 2026 ശേഷം കേരളത്തിൽ കാണാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ വിശാരദന്മാർ പറയുന്നത്. അതുതന്നെയാണ് CPMൻ്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും വിശകലന വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം. അതുകൊണ്ട് ഇനി ജോസ് കെ മാണിക്ക് 12 സീറ്റ് കൊടുത്ത് അബദ്ധം കാണിക്കരുതെന്ന് CPMൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇനി ബലം പിടിച്ച് ഒരു സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള അവസ്ഥയിലൊന്നുമല്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റി പോലും കൈവിട്ടു പോയി. കഴിഞ്ഞ 50-ലധികം വർഷങ്ങളായി പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണെങ്കിൽ ആ മുനിസിപ്പാലിറ്റി പോലും മാണിസാറിൻ്റെ സ്വന്തം തട്ടകം പോലും കൈവിട്ടു പോയ അവസ്ഥയിൽ ഉടറി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇനി വിലപേശാനുള്ള ഒരു ശക്തിയില്ല. ഈ LDFൽ CPMൽ യാതൊരു വിലപേശലും ഇനി ജോസ് മാണിയുടെ നടക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി CPM കൊടുക്കുന്ന സീറ്റുകൾ, ഇടതുമുന്നണി കൊടുക്കുന്ന സീറ്റുകളെ ജോസ് കെ മാണിക്ക് വാങ്ങിച്ച് കക്ഷത്തിൽ വെക്കാൻ പറ്റുള്ളൂ. അവിടെ ജയിച്ചാൽ ജയിച്ചു എന്ന് പറയാം എന്ന് മാത്രം. ആ അവസ്ഥയിലേക്ക് ജോസ് കെ മാണി ആയിക്കഴിഞ്ഞു. ഏതാണ്ട് 12 സീറ്റ് ഏതായാലും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. കഷ്ടിച്ച് 5 സീറ്റ് CPM കൊടുത്താൽ ജോസ് കെ മാണിയുടെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ.